ബാംബു റൈസ് അഥവാ മുളയരി കൊണ്ടുള്ള ഒരു പ്രഥമനാണ് ഇന്നുണ്ടാക്കുന്നത്. മുളയരി ഒരു പാത്രത്തിലേക്കിട്ട് 4-5 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലതുപോലെ കഴുകിയെടുക്കണം. അതിനുശേഷം മുളയരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 15 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. കൂടുതൽ സമയം സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ വെള്ളം മാറ്റി കൊടുക്കണം. ഇത് വൈകിട്ട് 6 മണിക്കാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചത്. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയത്. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിൽ പോലും 15 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കണം. അരി കഴുകി വെള്ളമൊഴിച്ച് അടച്ചു വെക്കുകയാണ്. അടുത്ത ദിവസം ഓപ്പൺ ചെയ്തപ്പോൾ ഇതേമാതിരിയാണ് ഇരുന്നത്. ഇനി 2-3 പ്രാവശ്യം ഒന്നുകൂടി കഴുകിയെടുക്കണം. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അതൊരു മിക്സി ജാറിലേക്ക് മാറ്റി 3 പ്രാവശ്യം പൾസ് ചെയ്ത് സാധാരണ പൊടിയരി പോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ ആദ്യമേ തന്നെ പൊടിച്ചെടുക്കുവാണെങ്കിൽ സാധാരണ പൊടിയരി കഞ്ഞി പോലെ വേവിച്ചെടുക്കാൻ കഴിയും. ഇത് കണ്ടോ, പൊടിയരിയും നുറുക്കുകോതമ്പുമൊക്കെ ഇരിക്കുന്ന പോലെ ആയില്ലേ നോക്കിയേ. നല്ലതുപോലെ കാണാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. മുളയരി പ്രഷർ കുക്കറിലേക്കിട്ട് 3-ാം പാലിലാണ് വേവിച്ചെടുക്കുന്നത്. 3-ാം പാൽ ഒരു 3 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇടണം. ഇവിടെ ആദ്യം ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ വരെ വേവിച്ചു. പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി. അതിനുശേഷം ഒരു 6 വിസിൽ വരെ വേവിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു 8 വിസിൽ വരെയാണ് വേവിച്ചത്. അതിനുശേഷം മാറ്റിവെച്ചു. ചവ്വരി കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. നല്ല വെള്ളമാണ്, അതുകൊണ്ട് അതിൽ തന്നെ വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. തിളച്ചതിനു ശേഷം തുടർച്ചയായി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പായസത്തിൽ ചവ്വരി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പ്രഷർ കുക്കർ ഞാൻ ഓപ്പൺ ചെയ്തു. സാധാരണ പൊടിയരി കഞ്ഞി വേവിച്ചതുപോലെയാ ഇരിക്കുന്നത്. വേവിച്ച് ഇതിൻ്റെ വെള്ളം വറ്റിച്ചു കളയരുത് കേട്ടോ. ഈ അരിയുടെ സത്ത് മുഴുവനും ഈ വെള്ളത്തിലാ. ഇതുകൂടി ചേർത്താൽ മാത്രമേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് ശർക്കരപ്പൊടിയാണ്. ഞാനിവിടെ വാങ്ങിയത് ടേസ്റ്റി നിബിൾസിൻ്റെ ശർക്കരപ്പൊടിയാണ്. ഇതുപോലുള്ള ബ്രാൻഡഡ് ശർക്കരപ്പൊടി വാങ്ങുവാണെങ്കിൽ അതിൽ കല്ലും മണ്ണും ഒന്നും കാണത്തില്ല. വെള്ളം കൂടി ചേർത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്തത്. വെറുതെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി, നൂൽപാകമൊന്നും വേണ്ട. സാധാരണ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ അത് മെൽറ്റ് ചെയ്തതിനു ശേഷം അരിച്ചെടുക്കണം. ബ്രാഹ്മിൻസും പാരിസും ഇതേമാതിരി ശർക്കര പൊടികൾ ഇറക്കുന്നുണ്ട്. ശർക്കര പാനി തിളച്ചു തുടങ്ങി. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബാംബു റൈസ് ഒഴിച്ചു കൊടുക്കുക. തുടർച്ചയായി ഇളക്കി കൊടുക്കണം. മുളയരി ശർക്കര പാനിയിൽ കിടന്ന് ഒന്നുകൂടി വേകുകയും ചെയ്യും. ശർക്കരയുടെ മധുരം മുഴുവൻ അതിൽ പിടിക്കുകയും ചെയ്യും. ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ അതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് 2-ാം പാലാണ് ചേർത്തത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. 2-ാം പാലിൽ കൂടി കിടന്ന് ഒന്ന് വേകട്ടെ. ഒന്ന് കുറുകി വരുമ്പോൾ ചവ്വരി ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചവ്വരി ചേർത്ത് കഴിയുമ്പോൾ പായസത്തിന് കൊഴുപ്പ് കിട്ടും. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം 1-ാം പാൽ ഒഴിക്കുക. ഏലക്കാപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ചുക്കുപൊടി ഇത്രയുമാണ് ചേർത്തത്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ശർക്കര ചേർക്കുന്ന പായസങ്ങളിൽ റൈസിൻസ് ചേർക്കരുത്, ഭയങ്കര മധുരമായി പോവും. നെയ്യിൽ ഫ്രൈ ചെയ്ത് കാഷ്യൂ നട്ട്സും തേങ്ങാക്കൊത്തുമാണ് ഇട്ടു കൊടുക്കുന്നത്. കുറച്ച് നെയ്യും ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസിൻസിന് പകരമാണ് തേങ്ങാക്കൊത്ത് ചേർത്തത്. തേങ്ങാക്കൊത്ത് തിന്നായിട്ടേ സ്ലൈസ് ചെയ്തെടുക്കാൻ പാടുള്ളൂ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പശുമ്പാൽ ഒഴിച്ചും മുളയരി പായസം ഉണ്ടാക്കാറുണ്ട്. അത് വേറൊരു റെസിപ്പി കാണിച്ചു തരാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അങ്ങനെ മുളയരി പ്രഥമൻ റെഡിയായി കഴിഞ്ഞു.